നിങ്ങൾ വിശ്വസിച്ചിരുന്ന സുഹൃത്തുക്കൾ തന്നെയാണ് നിങ്ങളെ ചതിക്കാനും കൂടുതൽ സാധ്യത. ശത്രുക്കളുടെ ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കും, എന്നാൽ സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ ചതിക്കപ്പെടുക ഏറ്റവും അപ്രതീക്ഷിത ഘട്ടത്തിലായിരിക്കും. ഇതാണ് അധികാരത്തിന് 48 നിയമങ്ങളിലെ രണ്ടാമത്തെ നിയമം. സുഹൃത്തുക്കളെ അമിതമായി വിശ്വസിക്കരുത്. ശത്രുക്കളെ സമർത്ഥമായി ഉപയോഗിക്കാൻ പഠിക്കുക. ഒരു ഉദാഹരണം നോക്കാം. തന്റെ രാജ്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരോട് ശക്തമായി പോരാടിയ രാജാവാണ് കേരളവർമ്മ പഴശ്ശിരാജ. അദ്ദേഹം മരണപ്പെടാൻ കാരണമായത് തന്റെ വിശ്വസ്തനായിരുന്ന ചന്തുവാണ്. രാജാവിന്റെ തന്നെ ശിക്ഷണത്തിൽ വളർന്നു വന്ന ചന്തു തന്നെ പണത്തിനു വേണ്ടി രാജാവിന്റെ നീക്കങ്ങൾ ശത്രുക്കൾക്ക് ചോർത്തി നൽകി. അങ്ങനെ 1805 നവംബർ 30 വയനാട്ടിലെ ഉൾക്കാട്ടിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യം പഴശ്ശിരാജയെ പിടികൂടി തോൽപ്പിച്ചു. മിക്ക ആളുകൾക്കും സംഭവിക്കുന്നതാണ് ഈ അബദ്ധം. നമുക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ നീക്കങ്ങൾ ശ്രദ്ധയോടെ ആവാനും ചില മത്സരങ്ങൾ നമുക്ക് ഉപകാരമാകാനും സാധ്യതയുണ്ട്. ചില സമയത്ത് പരസ്പരമുള്ള ഉപകാരങ്ങൾക്കായി എതിരാളികൾ ഒരുമിച്ച് നിൽക്കാനും സാധ്യതയുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ അന്ധമായി വിശ്വസിക്കലും ഏതു നേരവും അവർ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കലും വലിയ തിരിച്ചടിയും നിരാശയും നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുമെന്ന് മനസ്സിലാക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് മൂന്നാമത്തെ നിയമം കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.